യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നുള്ളൊരു ധാരണ പൊതുവെ യു ഡി എഫ് ക്യാമ്പിൽ, അതായത് മെയ് 4-ന് 2026 കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ വൻ ഭൂരിപക്ഷം നേടി യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് ചിലരും, തട്ടിമുട്ടിയെങ്കിലും അധികാരത്തിലെത്തുമെന്ന് ചിലരും യു ഡി എഫ് ക്യാമ്പിൽ ധരിച്ച് വശായിട്ടുണ്ട്. അതുതന്നെയാണ് ഒരു പൊതുധാരണ. കാരണം ഭരണ തുടർച്ച ശ്രീ പിണറായി വിജയൻ ഉണ്ടാവില്ല, യു ഡി എഫ് ആയിരിക്കും അധികാരത്തിൽ വരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തന്നെ യു ഡി എഫിൻ്റെ പ്രധാന കക്ഷിയായ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ളതിനെ ചൊല്ലി രൂക്ഷമായ തർക്കങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെന്നല്ല, നേരത്തെ തന്നെ അവ നിലനിന്നിരുന്നു, ആ തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണകാലത്ത് അത് മറച്ചു പിടിക്കുന്നതിൽ കോൺഗ്രസ് ഒരു പരിധിവരെ വിജയിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോൾ അവ പരസ്യമായി മറനീക്കി പുറത്തു വരികയാണ്. ഈ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രിക്കുപ്പായം തുന്നിവച്ചിരിക്കുന്നവരിൽ പ്രധാനി കെ സി വേണുഗോപാലാണ്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവാണ് അദ്ദേഹം എന്നാണ് കോൺഗ്രസിൽ അദ്ദേഹത്തെ ഇപ്പോൾ അനുകൂലിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ അനുയായികളും പറയുന്നത്. ദേശീയ നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൽ വ്യാജ ഗാന്ധി കുടുംബത്തിന് അപ്പുറമോ ഇപ്പുറമോ മുൻപിലോ പിൻപിലോ മറ്റൊരു നേതാവില്ല എന്നുള്ളത് പരസ്യമായൊരു രഹസ്യമാണ്. മല്ലികാർജുൻ ഖാർഗെ പേരിന് വേണ്ടിയിട്ടുള്ളൊരു കോൺഗ്രസ് പ്രസിഡൻ്റാണ് എന്നുള്ളത് മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ആർക്കറിഞ്ഞില്ലെങ്കിലും മല്ലികാർജുൻ ഖാർഗെയ്ക്കും കെ സി വേണുഗോപാലിനുമൊക്കെ അറിയാം. പിന്നെ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ ഒരു അനുയായി എന്നുള്ള തരത്തിൽ കെ സി വേണുഗോപാലിന് കോൺഗ്രസിൻ്റെ കേന്ദ്രതലത്തിൽ ഹൈക്കമാൻഡിലൊക്കെ നല്ല പിടിപാടുണ്ട്. അദ്ദേഹത്തിന് അവിടെ ഒരു ആക്സസ് എന്ന് പറയുമല്ലോ, എവിടെയും കടന്നു ചെല്ലുവാനുള്ളൊരു അനുവാദം കേരളത്തിലെ മറ്റ് നേതാക്കളോട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കൂടുതലുണ്ട്. അത് സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ദേശീയ നേതാവ് എന്ന് കോൺഗ്രസിൻ്റെ അനുയായികൾ വിളിക്കുന്നതിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ തെറ്റില്ല. ഈ ദേശീയ നേതാവാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും മോശം കാലഘട്ടത്തിൽ നിന്ന് അതിനെ കൈപിടിച്ചുയർത്തി രാജ്യത്തെ തന്നെ നേടിയെടുത്ത് തിരികെ നൽകി നിശബ്ദനായി നടന്നു നീങ്ങുന്ന ഒരു വ്യക്തി എന്നൊക്കെ അദ്ദേഹത്തെ പുകഴ്ത്തി അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം ചില സാഹിത്യകാരന്മാർ, പേര് ഞാൻ മറന്നു, ഇന്നലെ ഒരു സാഹിത്യകാരി എഴുതിയൊരു ലേഖനമാണ്, അതിൽ ഉള്ള വരികളുടെ ഒരു സാരാംശമാണ്, രത്നചുരുക്കമാണ് ഞാൻ ഈ പറഞ്ഞത്. അത്തരത്തിൽ രാജ്യത്തിനെ തന്നെ വീണ്ടെടുത്ത് തിരികെ നൽകിയിട്ട് നിശബ്ദനായി നടന്നുപോയ കെ സി വേണുഗോപാൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ സിനിമകളിലൊക്കെ ചില ഭരത് ഗോപിയുടെ നെടുമുടി വേണുവിൻ്റെ ഒക്കെ കഥാപാത്രങ്ങൾ ചില നന്മകൾ ചെയ്തിട്ടൊരു 100 രൂപ പട്ടിണി കിടക്കുന്ന ഒരു കുടുംബത്തിൻ്റെ തിണ്ണപ്പടിയിൽ കൊണ്ടുവച്ചിട്ട് അവർ കാണുന്നതിന് മുമ്പ് നിശബ്ദനായി നടന്നു പോകുമ്പോൾ അവിടുന്നൊരു ജംകട്ട് നടത്തി കിരീടത്തിൽ സേതുമാധവൻ ആ പാലത്തിൻ്റെ മേലിൽ കൂടി മുണ്ടും മടക്കി കുത്തി പുറംതിരിഞ്ഞ് നടന്നു പോകുന്ന ആ കണ്ണീർ പൂവിൻ്റെ സംഗീതവുമൊക്കെ വെച്ചിട്ടുള്ളൊരു രംഗമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അത്ര വികാരഭരിതമായിട്ടുള്ള വരികളായിരുന്നു. അത്തരത്തിലുള്ള പുകഴ്ത്തലുകളാണ് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ പുകഴ്ത്തലുകളിൽ പ്രമുഖന്മാരുമുണ്ട്. ആ പുകഴ്ത്തൽ സംഘത്തിൽ കെ സുധാകരൻ ഇന്നലെ പുകഴ്ത്തി. ഇപ്പോൾ മറ്റൊരു പ്രമുഖനായ അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത പ്രമുഖനായിട്ടുള്ള നമ്മുടെ സന്ദീപ് വാര്യരും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. കെ സി വേണുഗോപാലാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായിട്ടുള്ള കോൺഗ്രസിലെ ഏറ്റവും നല്ല നേതാവ്. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ അതായിരിക്കും മുഖ്യമന്ത്രി, അതാണ് മുഖ്യമന്ത്രി എന്നുള്ള തരത്തിലുള്ള പുകഴ്ത്തലുമായിട്ട് സന്ദീപ് വാര്യർക്ക് പിന്നെ ഇപ്പോൾ ഈ കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം പാണക്കാട് തങ്ങളെയോ ഷാഫിയോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെയോ രാഹുൽ മാങ്കൂട്ടത്തിനെയോ ഗോവിന്ദസ്വാമിയോ, നാളെ ഗോവിന്ദസ്വാമിയെ കോൺഗ്രസ്സിലെടുത്താൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലേക്ക് എടുത്തുകൂടായി എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ കോൺഗ്രസിനെ കടത്തി വെട്ടിയില്ലെങ്കിൽ ഈ രണ്ട് പാർട്ടികളും തമ്മിലാണല്ലോ ഇത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള മത്സരം. കാരണം പി കെ ശശി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നിറങ്ങി കോൺഗ്രസ്സിലേക്ക് പോയി, യു ഡി എഫിൻ്റെ പാളയത്തിലേക്ക് ചെന്നു. ഇത്തരത്തിലാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഗോവിന്ദച്ചാമിയെ നാളെ എടുത്ത് സന്ദീപ് വാര്യരുടെ മേൽ കോൺഗ്രസ് പ്രതിഷ്ഠിച്ചാൽ ഗോവിന്ദച്ചാമിയെ പോലൊരു ചാമി വേറെയില്ല. ഗോവിന്ദച്ചാമിയെ ഒരു ഏറ്റവും ചുരുക്കം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കെ സി ജി ഉള്ളതുകൊണ്ട് നമുക്ക് ഗോവിന്ദച്ചാമി ഉപമുഖ്യമന്ത്രിയെങ്കിലും ആക്കണം കേട്ടോ എന്നുള്ള തരത്തിൽ പുകഴ്ത്തുന്നതിൽ സന്ദീപ് വാര്യർക്ക് യാതൊരു മടിയുമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരാണ് കെ സി വേണുഗോപാലിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന പുതിയ കോൺഗ്രസ് നേതാവ്. സന്ദീപ് വാര്യർ സ്വയം പ്രഖ്യാപിത പ്രമുഖ നേതാവാണ്. അതുകൊണ്ട് പ്രമുഖ കോൺഗ്രസ് നേതാവ്. കെ സുധാകരൻ കെ സി വേണുഗോപാലിനെ പുകഴ്ത്തിയത് കോൺഗ്രസ് ക്യാമ്പുകളിൽ തന്നെ വലിയ നടുക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് വി ഡി സതീശനിട്ടുള്ളൊരു പണിയാണ് എന്നാണ് വി ഡി സതീശൻ്റെ അനുയായികൾ പറയുന്നത്. വി ഡി സതീശനിട്ടുള്ള പണികൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൃത്യമായി ഒരുങ്ങുന്നുണ്ട്. അത് കെ മുരളീധരനായാലും രമേശ് ചെന്നിത്തലയായാലും
കെ സി വേണുഗോപാലായാലും. അതിൻ്റെ ഇടയിൽ കൂടി തന്നെ കെ സി വേണുഗോപാലിൻ്റെ ക്യാമ്പിൽ നിന്നും കെ മുരളീധരൻ്റെ ക്യാമ്പിൽ നിന്ന് രമേശ് ചെന്നിത്തലയ്ക്കിട്ടുള്ള പണി പിന്നാമ്പുറങ്ങളിലൂടെ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളൊരു അരമനപ്പാട്ടും അരമന രഹസ്യവും അങ്ങാടിപ്പാട്ടായിട്ട് കേൾക്കുന്നുണ്ട്. കാരണം ചെന്നിത്തല ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ പോലും ചെന്നിത്തലയുടെ അനുയായികൾക്ക് സംശയമുള്ള തരത്തിലേക്ക് ചില പാരപണിയലുകൾ നടന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയം ആകെ കുഴഞ്ഞു മറിഞ്ഞു വരികയാണ്. ഏതെങ്കിലും തരത്തിൽ UDF അധികാരത്തിലെത്തിയാൽ ഈ ഭിന്നതകളെല്ലാം പൂർണ്ണമായും മറനീക്കി പൊതുമണ്ഡലങ്ങളിലെത്തും. അപ്പോഴും ചോദ്യമുയരുന്ന ആരായിരിക്കും മുഖ്യമന്ത്രി? ഇപ്പോഴുള്ള സാധ്യതാ പട്ടികയിൽ ഒന്നാമൻ കെ സി വേണുഗോപാൽ തന്നെയാണ്. കാരണം ഹൈക്കമാൻഡിൻ്റെ പ്രീതിക്ക് പാത്രമായ വ്യക്തി, കേരളത്തിലെ നേതാക്കളെ സംബന്ധിച്ച് ഹൈക്കമാൻഡിൻ്റെ ഏറ്റവും സമ്മതനായ വ്യക്തി കെ സി വേണുഗോപാൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിന് അത്തരത്തിലൊരു താല്പര്യമുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും UDF ജയിച്ചാൽ. അവിടെ ഹൈക്കമാൻഡ് നേരിടുവാൻ പോകുന്ന ഒരേ ഒരു പ്രശ്നം ശശി തരൂരാണ്. കാരണം കോൺഗ്രസിൽ നിന്ന് അകന്നുകൊണ്ടിരുന്ന ശശി തരൂരിനെ തിരഞ്ഞെടുപ്പ് സമയത്ത്, പ്രത്യേകിച്ച് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് സമയത്ത് സമാശ്വസിപ്പിച്ച് കൂടെ നിർത്തിയത് കോൺഗ്രസിൻ്റെ അടുത്ത അനുയായികൾ തന്നെ പറയുന്നത്, എന്തായാലും ഇത്തരത്തിലൊരു തർക്കം, മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ളൊരു തർക്കം UDF അധികാരത്തിലെത്തുമ്പോൾ കോൺഗ്രസിൽ കേരളത്തിൽ ഉടലെടുക്കും. ആ സമയത്ത് ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റായിട്ട് ശശി തരൂരിനെ അവതരിപ്പിച്ച് ശശി തരൂരിനെ കേരള മുഖ്യമന്ത്രിയാക്കാം എന്നുള്ളൊരു വാഗ്ദാനം അദ്ദേഹത്തിന് ഉന്നത വ്യാജ ഗാന്ധി കുടുംബം കൊടുത്തിട്ടുണ്ട്. ഗാന്ധി കുടുംബത്തിൻ്റെ വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെ ഉന്നതർ നൽകിയിട്ടുണ്ട് എന്നാണ് ചിലർ പറയുന്നത്. അത് സത്യമാകുവാനും സാധ്യതയുണ്ട്. കൃത്യമായിട്ടുള്ള ശശി തരൂർ അത് സംബന്ധിച്ച് യാതൊരു പ്രസ്താവനയും പരസ്യമായി നടത്തിയിട്ടില്ല. വ്യാജ ഗാന്ധി കുടുംബത്തിലെ ആരും അത്തരത്തിലൊരു ഉറപ്പ് ശശി തരൂരിന് നൽകിയതായി പറഞ്ഞിട്ടുമില്ല. ഇത് ഒരു റൂമറാണ്. പക്ഷേ ഈ റൂമർ, ഈ ഒരു അരമന രഹസ്യം സത്യമാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. പക്ഷേ ഇത്തരത്തിൽ കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഹൈക്കമാൻഡും വ്യാജ ഗാന്ധി കുടുംബവും ചേർന്ന് എടുത്തിരുത്തിയാൽ ശശി തരൂരിൻ്റെ ഭിന്നത വീണ്ടും പുറത്തു വരികയും അദ്ദേഹം കോൺഗ്രസിൽ നിന്നകന്ന് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നടപടികൾ സ്വീകരിക്കുവാനുള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നു. പക്ഷേ കോൺഗ്രസ് അധികാരത്തിലെത്തുന്നൊരു സാഹചര്യമുണ്ടായാൽ ശശി തരൂർ കോൺഗ്രസ് വിട്ടുപോയാൽ ഉടനടി അത് കോൺഗ്രസിനെ കേരളത്തിൽ ബാധിക്കില്ല, ദേശീയ തലത്തിൽ അത് പ്രശ്നമുണ്ടാക്കും. അല്ലെങ്കിൽ ശശി തരൂരിന് പിന്നെ കൊടുക്കുവാനുള്ളൊരു സ്ഥാനം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ നമ്മുടെ വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെ യുവരാജാവിനെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പ്രേക്ഷകരോട്, യുവരാജാവിനെതിരെയുള്ള ചില ചതിപ്പണികളുടെ കളവും ഒരുങ്ങുന്നുണ്ട്. അതിലും കെ സി വേണുഗോപാലിന് പങ്കുണ്ടെന്നാണ് പറയപ്പെടുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ പാളയത്തിൽ നിന്ന്. യുവരാജാവിനെ പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തി പ്രിയങ്ക ഗാന്ധി പതിയെ പതിയെ ആ സ്ഥാനത്തേക്ക് വന്ന് യുവരാജ്ഞിയായി അധികാരത്തിലേറുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ മരുമകൻ വാദ്ര തുടങ്ങിയിട്ടുണ്ടെന്നാണ്. കാരണം വാദ്ര കോൺഗ്രസ് എന്നാണ് വിമർശകർ പലപ്പോഴും കോൺഗ്രസിനെ ഇപ്പോൾ വിളിക്കുന്നത് തന്നെ. കാരണം റോബർട്ട് വാദ്രയ്ക്ക് കോൺഗ്രസിന് മേലുള്ള സ്വാധീനം വളരെയധികമാണ്. പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുടെ അനാരോഗ്യം അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ. അപ്പോൾ രാഹുൽ ഗാന്ധി പൂർണ്ണമായും രാഷ്ട്രീയ രംഗത്തു നിന്നും പൊതുമണ്ഡലങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടുവാനുള്ളൊരു കരുനീക്കവും അല്ലെങ്കിൽ ഒഴിവാക്കുവാനുള്ളൊരു കരുനീക്കവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു രഹസ്യ വിവരം, അല്ലെങ്കിൽ വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്ന് അറിയുവാൻ കഴിയുന്നത്. ഈ കളികളെല്ലാം കൂടി ഒന്നു ചേരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ UDF ജയിക്കുകയാണെങ്കിൽ താൽക്കാലികമായി ഏറ്റവും അധികം സാധ്യതയുള്ളത് കെ സി വേണുഗോപാലിന് തന്നെയാണ്. വീണ്ടും മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പറയുന്നു, ജയിച്ചാലും തോറ്റാലും VD സതീശൻ്റെ ഗതി വനവാസം തന്നെ ആകാനാണ് സാധ്യത. എത്രത്തോളം UDF ജയിച്ചാൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുവാനുള്ള സാധ്യത ഉയർന്നു നിൽക്കുന്നു, അത്രത്തോളം തന്നെ സതീശൻ്റെ വനവാസ സാധ്യതയും ഉയർന്നു തന്നെ നിൽക്കുന്നു. UDF ജയിച്ചാലും തോറ്റാലും, അതായത് തീരുമാനത്തിൽ വിധി ഏതാണ്ട് പൂർണ്ണമായും തീരുമാനത്തിലായിട്ടുള്ള ഒറ്റ വ്യക്തി, ഒറ്റ രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ കേരളത്തിലുള്ളൂ, അത് VD സതീശനാണ്. VD സതീശൻ്റെ കാര്യം എന്തായാലും തീരുമാനമായിട്ടുണ്ട്. കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ എന്നറിയുവാൻ വേണ്ടി നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കണം. മെയ് 4 ശേഷവും ഹൈക്കമാൻഡിൻ്റെയും വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെയും തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ? പിണറായി വിജയന് 3ാം തവണ
ഭരണം ജനം നൽകുമോ ഇല്ലയോ? കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം ആകാംക്ഷയോടുകൂടിയാണോ ഒരു മൂന്നാം ഭരണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അത്രമാത്രം വിരോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.